ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് പെൻഷനിൽ 25% കൂടുതൽ തുക കൂടി അനുവദിച്ചേക്കും. 2026 മെയ് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, വിവിധ മേഖലയിലേക്കുള്ള ആനുകൂല്യ വിതരണം എന്നിവ വമ്പൻ മാറ്റങ്ങളോടുകൂടി ആരംഭിക്കുകയാണ്. വലിയ പ്രഖ്യാപനങ്ങളോടുകൂടി UDF അധികാരത്തിലേക്ക് എത്തിയപ്പോൾ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. UDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെ നിർണായക തീരുമാനങ്ങളും കന്നി ബജറ്റിലെ വൻ പ്രഖ്യാപനങ്ങളുമാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വിവിധ വിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ തുകയിൽ 25% വർധനവ് ഉൾപ്പെടെ അടിസ്ഥാന പെൻഷൻ തുകയിൽ നിലവിലുള്ളതിൽ നിന്നും 1000 രൂപയുടെ വരെ വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്ന് UDF പ്രകടന പത്രികയിൽ വാഗ്ദാനമായിരുന്നു. നിലവിൽ 62 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പട്ടികയിലുള്ളത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് തന്നെയാകും പെൻഷൻ വിതരണം ചെയ്യുക. വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പണവും വാർഷിക മസ്റ്ററിംഗും തുടരും. പുതിയ സർക്കാർ വരുന്നതോടെ ഇതിലെ മാറ്റങ്ങൾ അറിയാൻ കഴിയും. അടിസ്ഥാന പെൻഷൻ 3000 രൂപയ്ക്ക് ഉയർത്തുമ്പോൾ 26.67 ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം പേർക്ക് നേരിട്ടും തുക എത്തിച്ചേക്കും. അർഹരായ കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതും പരിഗണനയിലാണ്. എന്നാൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകും. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് ജൂൺ 30 വരെ സമയമുണ്ട്. ഇതിലെ മറ്റ് പ്രഖ്യാപനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഭിന്നശേഷിക്കാർക്ക് 25% കൂടുതൽ തുക, സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, BPL വിഭാഗത്തിന് സൗജന്യ ഡയാലിസിസ്.